നമസ്കാരം. വാരഫലത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മകരം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന ഉത്രാടം, തിരുവോണം, അവിട്ടം ഈ നക്ഷത്രക്കാർ നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രണയം വിജയത്തിലെത്തുവാൻ ഈ ഒരു വാരം സാധിക്കുക തന്നെ ചെയ്യും. കുടുംബത്തിനുള്ളിൽ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു പരിധിവരെ നിങ്ങളുടെ സംസാരം വഷളാകാതെ വളരെ സൗമ്യമായ രീതിയിൽ സംസാരിച്ചു പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് തന്നെ സാധിക്കുന്ന ഒരു വാരം തന്നെയാണ്. സംസാരം മൂലം കുടുംബത്തിനുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുക, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക, പിണങ്ങി മാറി നിൽക്കുവാൻ വരെ ഇടയുണ്ടാകുന്ന ഒരു സാഹചര്യം ഈ ഒരു വാരത്തിൽ കാണുന്നുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക. ഗ്രഹാന്തരീക്ഷം നിലനിർത്തുവാൻ വേണ്ടിയും അതായത് ഒരു സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്തുവാൻ വേണ്ടിയും ഒരുപാട് നിങ്ങൾ കഷ്ടപ്പെടേണ്ടി വരും. അതായത് നിങ്ങളുടെ സ്വഭാവത്തിൽ തന്നെ ഒരുപാട് മാറ്റം വരുത്തുകയും സമാധാനപരമായ രീതിയിൽ ഓരോ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. കുടുംബത്തിനുള്ളിൽ മറ്റുള്ളവരുടെ ഇടപെടൽ മൂലം പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക. ആരോഗ്യപരമായ കാര്യങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും വിപരീതപരമായ രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് രോഗാവസ്ഥയൊക്കെ വളരെ കൂടുതലായി കാണുന്നുണ്ട്. എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക. സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ ബന്ധുക്കളുടെ വിവാഹത്തിന് വേണ്ടി നിങ്ങൾക്ക് ധനം ചിലവാക്കേണ്ടി വരിക, അതിനുവേണ്ടി സമയം ചിലവാക്കേണ്ടി വരിക, അതിനുവേണ്ടി നിങ്ങൾ ഇറങ്ങി പ്രവർത്തിക്കുകയും നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനും അല്ലെങ്കിൽ അവരുടെ വിവാഹം നിങ്ങൾ മുന്നിൽ നിന്ന് നടത്തേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുക, അതിനുവേണ്ടി ധനം ചിലവാക്കേണ്ടി ഇങ്ങനെയൊക്കെയുള്ള ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഈ ഒരു വാരത്തിൽ സാധ്യത കൂടുതലാണ്. നിങ്ങൾ ഈ ഒരു വാരത്തിൽ രൗദ്രദേവതയായ ദുർഗ, ഭദ്ര, ചാമുണ്ടേശ്വരി എന്നീ ദേവിമാരെ പ്രാർത്ഥിക്കുക, പൂജിക്കുക. ദേവിക്ക് പുഷ്പാഞ്ജലികളും വഴിപാടുകളെല്ലാം നടത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുവാൻ സാധിക്കും. കുംഭൻ രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന അവിട്ടം, ചതയം, പുരുരുട്ടാതി ഈ നക്ഷത്രക്കാർക്ക് ഏറ്റെടുത്ത മേഖലകളിൽ എല്ലാം വിജയം കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വാരം തന്നെയാണ്. നിങ്ങൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നു ആ മേഖലയിലെല്ലാം വിജയം കൈവരിക്കുവാൻ സാധിക്കും. അതിൽ നിന്ന് നേട്ടങ്ങളുണ്ടാകും, അംഗീകാരങ്ങളുണ്ടാകും. ഇങ്ങനെയുള്ള ഒരുപാട് പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു വാരം തന്നെയാണ്. ജീവിത പങ്കാളികളുടെ ഇടപെടൽ മൂലം നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഈ ഒരു വാരം ഉണ്ടാകും എന്നുണ്ടെങ്കിലും അവരുടെ ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ആരാണോ അവരുടെ ആരോഗ്യപരമായി ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയും അതിനുവേണ്ടി ധനം ചിലവാക്കുകയും അതിനുവേണ്ടി മാനസികപരമായ ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായി കാണുന്നു. ആ കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധയുണ്ടാകേണ്ടത് നല്ലതായിരിക്കും. വിദ്യാഭ്യാസ രംഗത്ത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നേട്ടം കൈവരിക്കുവാൻ സാധിക്കാതെ മാനസികപരമായ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളായിരിക്കും. എന്നാൽ ഈ വാരവും ഈ അവസ്ഥ തന്നെ തുടരുവാൻ സാധ്യതയുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടിയും ആത്മാർത്ഥപരമായി വിജയിക്കണമെന്ന് ഉറക്കെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ മാത്രമേ ജയിക്കുവാൻ സാധിക്കുകയുള്ളൂ. വിദ്യാഭ്യാസ രംഗത്ത് പുറകിലോട്ട് വരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. മത്സരങ്ങളിൽ നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കാതെ മാനസികപരമായ ദുഃഖങ്ങൾ ഉണ്ടാകുകയും അല്ലെങ്കിൽ അതിൽ നിങ്ങൾ പിന്നിലേക്ക് വരിക, അതായത് മറ്റുള്ളവരുടെ പിന്നിലോട്ട് വലിയുള്ള സാധ്യതയെല്ലാം കൂടുതലായി കാണുന്ന ഒരു അവസ്ഥയാണ്. ശിവക്ഷേത്ര ദർശനം നടത്തുകയും ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും എല്ലാം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. മീനൻ രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന പുരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സഹോദരിക്ക് വേണ്ടിയോ പണം ചിലവാക്കേണ്ട ഒരു വാരം തന്നെയാണ്. അവർക്ക് ഇപ്പോൾ വിവാഹ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ അവർക്ക് ഗൃഹസംബന്ധമായിട്ട് ആവശ്യങ്ങൾക്ക് വേണ്ടിയോ നിങ്ങൾ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ധനം ചിലവാക്കേണ്ടി വരും. ഇതിപ്പോൾ ചെറുതായാലും ശരി വലുതായാലും ശരി ധനം അവർക്ക് വേണ്ടി ചിലവാക്കേണ്ട ഒരു സാഹചര്യം ഈ ഒരു വാരത്തിൽ കാണുന്നുണ്ട്. ഊഹക്കച്ചവടം വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുക. അതിൽ നിങ്ങൾക്ക് നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. എന്നാൽ ലോട്ടറി പോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെറിയ സമ്മാനങ്ങൾ ലഭിക്കുകയും നറുക്കെടുപ്പിൽ സമ്മാനങ്ങൾ ലഭിക്കുവാനും എല്ലാ സാധ്യതയും ഈ ഒരു വാരം കൂടുതലായി കാണപ്പെടുന്നു. പ്രധാനമായും തൊഴിൽ രംഗത്ത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള വരുമാനം ഉണ്ടാകാത്തൊരവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾ അധികമായിട്ട് ലാഭം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന പല മേഖലകളിലും നഷ്ടങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി ചിലവിൻ്റെ കാര്യത്തിൽ ഒരു പ്ലാനിങ് ഉണ്ടാക്കി മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. വാഹനങ്ങൾ മാറ്റി വാങ്ങുവാൻ വേണ്ടി നിങ്ങൾക്ക് ധനം ചിലവാക്കേണ്ടി വരും. എന്നാൽ ഇത് മാറ്റി വാങ്ങുന്നത് മൂലം നിങ്ങൾ വീണ്ടും മറ്റൊരു പഴയ വാഹനമാണ് വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ അതിലും നഷ്ടം സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. വാഹനപരമായി ചില നഷ്ടങ്ങൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വാഹനത്തിന് തന്നെ മെയിൻ്റനൻസിന് വേണ്ടിയൊക്കെ ഒരുപാട് ധനം ചിലവാക്കേണ്ട ഒരു അവസ്ഥയൊക്കെ കാണുന്നുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി ഈ മേഖലയിലെല്ലാം കൈകാര്യം ചെയ്യുക. നിങ്ങൾ ഈ ഒരു വാരത്തിൽ നരസിംഹസ്വാമിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും.